അങ്ങനെ സന്തോഷമാണ്. റീസെന്റ് ഇപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ ന്യൂസും ഒക്കെ നമുക്ക് കാണുമ്പോഴാണ് ഭയങ്കര സന്തോഷം. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മദർസ പൊട്ടന്മാർ ഒന്നടങ്കം പുറത്തേക്ക് ഇറങ്ങി. മദർസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പൊ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലാണ് എല്ലാവരും. അവിടെ നിൽക്കുന്ന വരും. ഈ വിഷയമാണോ അതോ മൊത്തത്തിലോ? മൊത്തത്തിൽ തന്നെ അരുമ പറഞ്ഞ മാതിരി ഹെലികോപ്റ്റർ മോണിറ്ററിംഗ് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ എവിടെയെങ്കിലും ആരെങ്കിലും പെണ്ണ് തട്ടിട്ടില്ലെങ്കിൽ വരും ഏതെങ്കിലും മദർസപ്പൊട്ടൻ. അതൊരു ഭയങ്കര സംഭവം. എന്തൊക്കെ അതിപ്പോ കോഴിക്കോട് ബീച്ചിൽ ഉസ്താദ് ഉണ്ട് സൂക്ഷിക്കാന്ന് ബോർഡ് വെച്ചു എന്നൊക്കെയാണ് കേട്ടത്. ഞാൻ കോഴിക്കോട്ടുകാരനാണ്, എനിക്കറിയാം കോഴിക്കോട് ബീച്ചിന്റെ അവസ്ഥ. അവിടെ പോയി കഴിഞ്ഞാൽ ഗേൾസും ബോയ്സും ഒക്കെ ഒരുമിച്ചിരിക്കും, സന്തോഷിക്കും, ഉല്ലസിക്കും, അവരിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അതൊന്നും പറ്റൂലല്ലോ, ഇവർക്കത് പറ്റുമല്ലോ. ഇപ്പൊ തൊട്ട് മുന്നേ വിളിച്ച ആള് പറഞ്ഞു കേട്ടില്ലേ, ഫ്രാൻസിലെ ട്യൂബില് അവിടെയുള്ള ആളുകള് യാത്ര ചെയ്ത് അവര് രണ്ടുപേര് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തപ്പോ ആ ട്യൂബിലുണ്ടായിരുന്ന ആ നാട്ടിലേക്ക് വലിഞ്ഞു കയറി വന്ന ഒരാൾ വന്ന് പറയാണ് ഇതൊന്നും ഇവിടെ പറ്റില്ല. ഇവർക്ക് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത മാതിരിയാണ്. അതാണ് നമ്മൾ ഓരോ നാട്ടില് ഓരോ രീതികളുണ്ട്. അത് ആ ഒരു കൾച്ചറൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന സാധനം പറ്റില്ല. ഇതൊരു കൾച്ചറൽ ഡോമിനേഷൻ ആണ് വരുന്നത്. അതാണ് അവിടെ പ്രശ്നം വരുന്നത്. ചെറുപ്പം തൊട്ടേക്ക് നമ്മൾ കേൾക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ഇറാനിൽ പോയ സമയത്ത് എന്റെ ഒരു വിസ ചേഞ്ചിന് വേണ്ടി ഇറാനിൽ പോയിരുന്നു. ഓക്കെ, ഇത് ഈ ഇറാനിന് വേണ്ടി കരയുന്ന ആൾക്കാർ അറിയാൻ വേണ്ടി പറയാണ്. വല്ലാണ്ട് കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഇറാനിൽ പോകട്ടോ, അവിടെ കുറച്ച് ദിവസം നിൽക്കാം. ഞാനൊരു 4-5 ദിവസം അവിടെ പോയിരുന്നു. ഞാൻ പുറത്ത് പോയിട്ട് ഒരു കഫേന്റെ പുറത്ത് പോയിരുന്നിട്ട് കോഫി ഇടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ട്രൗസർ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കോഫി ഇട്ടവർക്ക് ബാക്കിൽ നിന്ന് പെട്ടെന്ന് 2 ആൾക്കാർ വന്നു. 2 ബ്ലാക്ക് ഷർട്ട് ബ്ലാക്ക് പാന്റ്, 2 ആൾക്കാർ. ബ്രദർ കവർ യുവർ നീസ് ഓർ യു വിൽ ബി ഡിപ്പോർട്ടഡ്. ഞാൻ വാട്ട് കവർ യുവർ നീസ് ഓർ യു വിൽ ബി ഡിപ്പോർട്ടഡ്. ദിസ് ഈസ് ഇസ്ലാമിക് കൺട്രി. ഓക്കെ, ഞാൻ ആലോചിച്ച കാര്യം പോയി, ഒരു ട്രൗസർ ഇട്ടിരിക്കാൻ വരെ ഒരു എന്താ പറയുക അവകാശം ഇല്ലാത്തൊരു രാജ്യം. അവിടുത്തെ ആൾക്കാർ ആ 4 ദിവസം അവിടെ പോയിരുന്ന എനിക്കിതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ ആലോചിച്ചു നിങ്ങൾ. അതുപോലെ ആണിന്റെ അവസ്ഥ, ഇത് ആണിന്റെ അവസ്ഥ. നിങ്ങൾ പിന്നെ ഓക്കെ വേറെ തന്നെ പിന്നെ അവകാശം ഉണ്ടോ എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ നിങ്ങൾ പറയരുത്. കാരണം ഇവിടെ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് വളരെ വലിയ ആരാധന മൂത്ത് നടക്കുന്ന ആളുകളല്ലേ ഇവിടെ ഉള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ചില ആളുകൾ സോറി എന്തോ ഇഷ്ടമാണ് എനിക്ക്, കൊമേനിയെ എനിക്ക് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. നമ്മളെ ഇഷ്ടമായിരുന്നു കേട്ടോ. നമ്മളൊരു ഹാഫ് കോയ, ഒരു കാൽ കോയ ഇനി കുറെ മുന്നേ ആ സമയത്തൊക്കെ സുനിത ദേവദാസ് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ ചെയ്യുന്ന ഈ ഇതിനെതിരെയൊക്കെ ശബ്ദം ഉയർത്തുമ്പോഴൊക്കെ നമ്മൾ നല്ലൊരു അതേമാതിരി മീഡിയ വണ്ണൊക്കെ അന്ന് കാണുമായിരുന്നു. മീഡിയ വണ്ണിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ തന്നെ മുസ്ലിങ്ങളെ സൂചിപ്പിക്കുക എന്നുള്ളതാണ്, മുസ്ലിങ്ങൾക്ക് എല്ലാം കഷ്ണം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇതാണ് നമ്മൾ പെർസ്പെക്റ്റീവ് ഒന്ന് മാറ്റി വെക്കിയത്. ഇത് ഇവരെ ഉദ്ദേശമില്ല. എനിക്ക് പറയാനുള്ളത് ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞ തന്നെയാണല്ലോ ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ എന്നുള്ളത്. അതിന് അണ്ടറിൽ വരുന്നതാണ് ഹമാസ്, ഹൂത്തി, ഹെസ്ബുള്ള, എവറിത്തിങ്. ലൈക്ക് അത് അവരുടെ ഒരു ഉദ്ദേശം വെച്ചാൽ ലോകത്ത് അന്റാർട്ടിക്കയിൽ ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കേരളത്തിൽ ഇവിടെ ഉള്ള ആൾക്കാർ കരയണം. അതായത് എവിടെയെങ്കിലും ഒരു മുസ്ലിമിൽ എന്റെ പറ്റിക്കഴിഞ്ഞാൽ അത് എല്ലാ മുസ്ലിങ്ങൾക്കും ഒരു ഭയങ്കര സങ്കടവും വിഷമവും. നമ്മളെല്ലാവരും നശിപ്പിക്കാൻ നിൽക്കുകയാണ്, ഈ ക്രിസ്ത്യാനികളും ജൂതന്മാരൊക്കെ നമ്മൾ നശിപ്പിക്കാൻ നിൽക്കുകയാണ്. നമ്മളെന്തോ വലിയെന്തോ നശിപ്പിക്കാനുള്ളൊരു വലിയ മുന്തിയ സാധനം ആണ് വേണ്ടില്ല. ഇത് എല്ലാ സ്ഥലത്തും പോയിട്ട് അടങ്ങാറാക്കുന്നതന്നെയല്ലേ. ഇപ്പൊ നോക്ക്, നിങ്ങൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, കുറെ കാലമായിട്ട് ഹിന്ദുക്കൾ നമ്മളെ സഹിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇറ്റലികൾക്ക് അവാർഡ് എടുക്കണ്ടോ ഈ ഹിന്ദുസിനൊക്കെ. നമ്മളെ ഇന്ത്യയിലുള്ള ഇത്രയും കാലമൊക്കെ നമ്മൾ ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളൊക്കെ സഹിച്ചതിന് അല്ലേ എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. താങ്കൾ ഒരു സംഖ്യയാകുന്നു അറിയാതെ. ഒരു പ്രശ്നമില്ല. വീട്ടിലിപ്പോ ഞാൻ ഓൾറെഡി ഇന്നലെ ഉറങ്ങാൻ തുടങ്ങിയ കോയയുടെ എപ്പിസോഡ് വീട്ടിൽ ഓൾറെഡി ഇപ്പൊ ഏകദേശം സംഖ്യ ഇല്ലെങ്കിലും ഇതിനൊക്കെ കുറ്റം പറഞ്ഞ നിങ്ങൾ സംഖ്യയാണ്. എനിക്കൊരു പ്രശ്നമില്ല, ഞാനത് സഹിച്ചു. നിങ്ങൾ ഈ ഇറാൻ കോയാന്നായിരിക്കും കേട്ടോ നിങ്ങൾ ഇതിലിടുക. ഇറാനിൽ പോയി ട്രൗസർ ഞാൻ ആലോചിച്ചു എത്ര അല്ലേ അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ. ഇവർ ഇറാനിൽ ദുബായിൽ വന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ദുബായിലെ പഠിച്ചു വളർന്നൊക്കെ, ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഒരു അൻസാർ മോൾ ഷാർജയുള്ള ഈ അൻസാർ മോൾ ഇറാനിന്റെ മോളാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ഈച്ചങ്ങളൊക്കെ ട്രൗസർ ഇട്ടിട്ടാ വരിക. ഇറാനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കും വരിക. അവർ ടൂറിസ്റ്റുകൾ പോലെ ആയിരിക്കും, ടൂറിസ്റ്റ് ഒരു ഗ്രൂപ്പായിട്ടാ വരിക. ആണുങ്ങളൊക്കെ ട്രൗസർ ഇട്ടിട്ടാ വരിക. അത് എനിക്ക് തോന്നുന്നു അവിടെ ഇടാൻ പറ്റാത്തതിന്റെ വിഷമം ഒന്ന് തീർക്കാന്നുണ്ട് യു എയിൽ വന്നിട്ട്. ആ ഒരു അതെ. എന്തായാലും സന്തോഷം. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കി തുടങ്ങുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ.
ഇവരെ സ്വഭാവം ഒരു പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും നമ്മളെ ജീവിക്കാൻ അനുവദിക്കൂല. ഈ സന്തോഷത്തിലും സമാധാനത്തിലും ഒരു മനുഷ്യന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ അനുവദിക്കില്ല. അത് ആ ബുക്കിൽ പറഞ്ഞ കാര്യം അതിനനുസരിച്ച് ജീവിക്കണം. അല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പാട്ട് പാടാനോ അതിനൊന്നും പറ്റില്ല. ഇപ്പൊ എന്റെ ഡാഡിക്ക് നല്ല പാട്ട് പാടും. ഞാൻ ഡാഡി ഹറാമാണ് പാട്ട് പാടാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കും മുമ്പിലേക്ക്. ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ബാക്കിയാണ് കേട്ടോ. നമ്മുടെ മുസ്ലിംസിന്റെ ഒരു പ്രശ്നമുണ്ട്. ഒരു ഗേള് ഒരു ഡാൻസ് കളിച്ച് തട്ടിട്ട് ഡാൻസ് കളിച്ചാല് അൽ ഹറാം, മുടിക്ക് കളർ ഇട്ടില്ലെങ്കിൽ അൽ ഹറാം അല്ലേ? ഹറാമാണ്. ഒരു കുട്ടി ഒരു ജീൻസ് കുപ്പായിട്ട് കഴിഞ്ഞാല് അൽ ഹറാം. ഇതൊന്നും ബോയ്സിന്റെ ഹറാമല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കാണാൻ സാധിച്ചു. ഒരു കുട്ടി ഡാൻസ് കളിക്കുന്ന, കോളേജില് ഡാൻസ് കളിക്കുന്നത്. ആ കുട്ടി ഹിജാബ് ധരിച്ചിട്ടുണ്ട്. അതിന്റെ പേരില് പല ആൾക്കാരും റിയാക്ഷൻ വീഡിയോ ഒന്ന് ആറാട്ടാണ്. ഈ ആൺകുട്ടികളെ വിചാരമുണ്ട്, നിങ്ങൾ കഞ്ചാവ് വലിക്കുന്നു, നിങ്ങൾ ലഹരി യൂസ് ചെയ്യുന്നു, നിങ്ങൾ MDMA യൂസ് ചെയ്യുന്നു, നിങ്ങൾ സ്വന്തം ഭാര്യയെ വെച്ചിട്ട് വേറൊരു നിങ്ങൾ മദ്രസയിൽ പീഡനം നടത്തുന്നു, ഇതൊന്നും ഹറാം അല്ല. പെൺകുട്ടികൾ ഒന്ന് തുള്ളിയ അപ്പൊ ഹറാം. ഇത് പെൺകുട്ടികൾ പ്രതികരിച്ചു തുടങ്ങി. അതാണ് അവസ്ഥ. ഏതൊരു മനുഷ്യനും അവന്റെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറി അവിടെ ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും ദേഷ്യം പിടിക്കില്ല. അത് ഈ 2026 ഇരുന്ന് സംസാരിക്കേണ്ട ഒരു വിഷയം എന്ന് ആലോചിച്ചിട്ട് പെണ്ണുങ്ങള് ഇങ്ങനെ ഇടരുത്, ആണുങ്ങൾ ഇങ്ങനെ ചെയ്യണം, സ്വർഗത്തിൽ ഇത്ര ഹൂറിമാര് കല്യാണം എന്തെങ്കിലും വ്യഭിചാരത്തിലുണ്ടായ മോളെ കല്യാണം കഴിക്കാൻ പറ്റുമല്ലോ, ഇതൊക്കെയാണ് ഈ വർഗത്തിന്റെ ഒരു സംസാര വിഷയം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്താണ് ഇവരുടെ അവസ്ഥ? ഇവരെ ടൈം ട്രാവൽ ചെയ്തിട്ട് 6ാം നൂറ്റാണ്ടിലേക്ക് പറഞ്ഞേക്കണം. ഇപ്പൊ ഈ 2026 നിങ്ങൾ ജീവിക്കാനുള്ള ഇതില്ല, അർഹതയില്ല. നിങ്ങൾ അങ്ങനെ ഉണ്ണാക്കന്മാർ ഒരുമാതിരി ഉണ്ണാക്കന്മാരാക്കരുത്. അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ. അതായത് ഖുർആൻ ഇല്ലെങ്കിൽ ബാസിലിന്റെ ഉമ്മയെ പൂശാതിരിക്കാനുള്ള കാരണം തപ്പി നടക്കാണ് അവര്. എന്തൊരവസ്ഥ ചിന്തിച്ചോക്ക്. അതാണ്. നിങ്ങൾക്ക് വല്ല ഉത്തരവുണ്ടോ? എനിക്ക് ഞാനൊക്കെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഈ ഭൂമിയിൽ ഇനി എങ്ങനെ മനുഷ്യന്മാർ നല്ല രീതിയിൽ എങ്ങനെ ജീവിക്കണം, എന്താവണം ഇനി നമ്മളെ മൊറാലിറ്റി ഹൈ ആയിക്കൊണ്ടിരിക്കണം. 2026 നൂറ്റാണ്ടുള്ള മൊറാലിറ്റി അല്ല നമുക്ക് ഇപ്പൊ ഉള്ളത്. നാസയിലുള്ള സയന്റിസ്റ്റുകൾ വേറെ പ്ലാനറ്റിൽ ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ വരെ ചർച്ച ഇതാണ്. ഏത് വ്യഭിചാരത്തിൽ കല്യാണം പറ്റുമോ, സ്വർഗത്തിൽ ഇത്ര ഹൂരിമാരെ കിട്ടോ, സ്വർഗത്തിൽ കക്കൂസ് ഉണ്ടോ, പിന്നെ പെണ്ണുങ്ങൾ തലയിൽ തട്ടിടണം മറ്റിടണോ, എന്ത് ഇവർക്ക് തന്നെ തോന്നുന്നില്ല ഇതെന്തോ ഒരു അരോചകം പിടിച്ച സാധനം ഇവർക്ക് തോന്നുന്നില്ല. ഇത് മനസ്സിലാവാത്ത. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ആളുകൾ പലപ്പോഴും ഇപ്പൊ ഇവിടുത്തെ സംഘികളാണെങ്കിലും അതുപോലെ പല ആളുകൾ ഇപ്പൊ ഈവൻ എക്സ് മുസ്ലിങ്ങളിൽ പെട്ടുള്ള ആളുകൾ, ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യമാകുമോ എന്നുള്ളൊരു ചോദ്യം ഇന്ത്യ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു സുഹൃത്ത് വന്ന് ചോദിക്കണ്ടായി അല്ലേ. ഞാൻ അതിന് പറയുന്ന ഉത്തരവ് നിങ്ങൾ ഈ പറഞ്ഞു തന്നെയാണ്. അതായത് നിങ്ങൾ പറഞ്ഞല്ലോ ഇവരെ സഹിച്ച് സമ്മതിക്കണം, അതോടൊപ്പം തന്നെ ഇവരെ കൊന്നൊടുക്കാൻ മാത്രം ഇവർ വലിയ സംഭവമൊന്നുമല്ല എന്ന് പറഞ്ഞില്ല. അതന്നെയാണ് എനിക്ക് പറയുന്നത്. ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല. ഒന്നുകൂടി പച്ചയ്ക്ക് പറഞ്ഞാൽ മൊസാദിനെ മൊസാദാക്കിയത് ആരാണ്? മദ്രസ പൊട്ടന്മാരാണ്. അതാണ്. മൊസാദിന് ടെക്നോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, പിന്നെ ബ്യൂറോക്രസി അവിടെ കുറച്ചുകൂടി സ്പീഡാണ്. അതുകൊണ്ടാണ് അവർ സെയിം സ്പീഡും സെയിം ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സും കിട്ടിയാലുണ്ടല്ലോ ഇന്ത്യക്ക് വേറെ ലെവലാവും. പിന്നെ അതാണ് ഞാൻ പറയാറ്. അല്ലാതെ അവർക്ക് പ്രത്യേക ഒരു ജീനൊന്നുമില്ല. കാരണം ഇവര് രണ്ടുപേരും ഡീൽ ചെയ്യുന്നത് ഒരേ മദ്രസ പൊട്ടന്മാരായതുകൊണ്ടാണ്. ഇനി പറയാൻ വന്നത്, അതായത് എന്തുകൊണ്ട് ഇസ്ലാമിക രാജ്യം ആകില്ല, നമ്മൾ ഇസ്ലാമിക രാജ്യം ആകുന്നതിനല്ലേ തടയാൻ നോക്കുന്നത്. ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തെയാണ് നമ്മൾ തടയുന്നത്. കാരണം ആ ശ്രമം ഇവിടെ കുട്ടിച്ചോറാക്കും, ഈ നാട് കുട്ടിച്ചോറാക്കും. അതാണ് ഇതിന്റെ പ്രശ്നം. ഇനി അഥവാ ഇവർ ഇസ്ലാമിക രാജ്യം ആക്കിയെന്ന് വിചാരിക്കാം, ആക്കാൻ പറ്റൂല എന്നുള്ള കാര്യം വേറെ വിഷയം. ഈ ആക്കാൻ വേണ്ടിയിട്ട് അവരൊരു 25% to 30% ഒരു സപ്പോർട്ട് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിന് അവർക്ക് കിട്ടിയെന്ന് തന്നെ വിചാരിക്കാം. മുസ്ലിങ്ങൾ തന്നെ അവർ കുഴിച്ചുവിടും. അതാണ് ഉണ്ടാവുക. ഇത് സെൽഫ് ഡിസ്ട്രക്ട് മോഡിലേക്ക് പോവാണ് ചെയ്യുക. ഇത് ഇസ്ലാമിന് മാത്രമല്ല കമ്മ്യൂണിസത്തിന് തന്നെയാണ് സംഭവിക്കുക. മനസ്സിലായി? ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഇതൊരു ശല്യമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കില്ല. പേപ്പട്ടി മതം ഞാൻ വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഞാനും ഞാൻ രാത്രി കിടക്കുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ എത്താച്ചാല് ഈ നശിച്ച സാധനം ഇതാണ് ഭൂമിയിൽ ഏറ്റവും വലിയ നാശം എന്നുള്ളത്. ഇപ്പൊ അന്നൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മള് ചെറുപ്പത്തിൽ നമ്മളൊക്കെ വയല് പറയല്ലോ, നമ്മളെ നാട്ടിൽ തന്നെ സ്റ്റേജ് കെട്ടി ജംഗ്ഷനിൽ നമ്മൾ അങ്ങാടിയിലൊക്കെ വെച്ചിട്ട് വയല് പറയാം. ജൂതന്മാര് പുതിയ തരം ഒരു ബെൽറ്റ് ഇറക്കിക്കണ്. ആ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് റീപ്രൊഡക്ഷൻ ഉണ്ടാവില്ല ആണുങ്ങൾക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരോ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞു അന്നൊക്കെ നമ്മളത് വിശ്വസിച്ചിട്ട് നമ്മളെ ഉള്ളിൽ ഈ ജൂതൻ കേൾക്കുമ്പോൾ
തന്നെ എന്തോ ഒരു ഭയം ഉള്ള ഒരു സാധനമായി മാറി. ജൂതന്മാർ പറഞ്ഞാൽ നമ്മളെ മുസ്ലിങ്ങളെ നശിപ്പിക്കാനായിട്ട് നടക്കുന്ന ആൾക്കാരാന്നുള്ള ഒരു ചിന്ത വന്ന് പിന്നീടാണ് ഇപ്പോഴൊക്കെയാണ് നമുക്ക് ആ പിക്ചർ കിട്ടുന്നത് എന്താന്നുള്ളത്. ജൂതന്മാർ ഈറ്റിങ്ങളെ കൊണ്ട്, അതായത് ഇപ്പൊ നല്ല സമാധാനത്തിൽ ജീവിച്ചു പോകുന്ന ഒരു സമൂഹത്തിലേക്ക്, ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ഒരു 10-200 കുരങ്ങന്മാരെ അയച്ചു വിട്ടാൽ എങ്ങനെ ഉണ്ടാവും? കുരങ്ങന്മാർ അവിടെ പോയിട്ട് നശിപ്പിക്കല്ലോ, അവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. അതേമാതിരി കുരങ്ങന്മാരാണ് മുസ്ലിങ്ങൾ. പറയില്ല, അവരാകെ വിഷമിക്കും. ചിറകിന്മേൽ കൈവച്ചുകൊണ്ടാണ് ഈസാ നബി ഇറങ്ങി വരിക. ഒരു മഞ്ഞ വസ്ത്രം ധരിച്ച് തലയിൽ നിന്ന് വെള്ളമുറ്റി കുളിച്ച് തല ഓർത്താതെ തലയിൽ നിന്ന് വെള്ളം ഉറ്റി വരുന്ന രൂപത്തിലായിരിക്കും ഈസാ നബി അലൈഹിസ്സലാം വരിക. ഈസാ നബി വരുമ്പോൾ ലോകത്തുനിന്ന് സുഗന്ധം പരക്കും. ആ സുഗന്ധം എത്തിയ സ്ഥലത്തുള്ള മുഴുവൻ ജൂതന്മാരും കാഫറുകളും മരിച്ചു പോകുന്ന കുറിച്ച് കണ്ടു. അങ്ങനെ ഈ മഹദിയുടെ കൂടെ സുബഹി നിസ്കരിച്ച് അതിനുശേഷം ദജ്ജാലിനെ വധിക്കാൻ വേണ്ടി പോകും. സുബഹിസ്കരിച്ചതിന് ശേഷം മുസ്ലിങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ പോകും. ബാബുൽ ലുദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ദജ്ജാലിനെ വധിക്കുക. ബാബുൽ ലുദ് എന്ന് പറഞ്ഞ ഇന്നത്തെ ഇസ്രായേലിലെ ഒരു എയർപോർട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഇറാന്റെയും അസ്ബഹാന്റെയും സാധന വരിക. അപ്പൊ ഇന്നത്തെ ഫലിപ്പോ ഈ ഗ്രേറ്റ് ഇസ്രായേലിലൊക്കെ പറഞ്ഞല്ലോ, പിന്നെ ഇറാൻ അടക്കം സൗദി അടക്കം വികസിക്കുന്ന ഒരു ഇസ്രായേലാണ് ഇന്നത്തെ ഇസ്രായേൽ സ്വപ്നം കാണുന്നത്. അത് അവർ നടക്കുമ്പോൾ അവിടേക്ക് വരും. എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ ഈ ജൂതന്മാർ താമസിക്കുന്ന സ്ഥലത്ത് ദജ്ജാൽ വരിക. അവന്റെ കൂടെ അധികം ഉണ്ടാകുക ജൂതന്മാരും പെണ്ണുങ്ങളായിരിക്കും. കാര്യം പെണ്ണുങ്ങൾ അത്ഭുതം കണ്ട വേഗം ഗുണമല്ലോ, മീനറിച്ചിട്ട് ആണ് വിശ്വാസം. അതുകൊണ്ട് ആ പെണ്ണുങ്ങളെ ചങ്ങലെടുത്ത് കെട്ടിയിടുന്നാണ് സമർമ്മം. ഞാൻ കേട്ടത് അടച്ചുപൂട്ടി ചങ്ങലിട്ട് കെട്ടിട്ടോടില്ലെങ്കിൽ ഒരു പോയ ദജ്ജാൽ. ഇതാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. ഇതിൽ വേറെ കാര്യം പഠിപ്പിച്ചില്ലേ, ഇസ്ഫഹാൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇറാനിലെ. ഇസ്ഫഹാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞു.